വാങ്കഡയിൽ മുംബൈ ഇന്ത്യൻസിനെ തകർത്തെറിഞ്ഞ് RCB. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഞായറാഴ്ച നടന്ന രണ്ടാം മത്സരത്തിൽ 18 റൺസിന്റെ വിജയമാണ് ബംഗളൂരു നേടിയത്. RCB ഉയർത്തിയ 241 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈക്ക് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 222 റൺസ് മാത്രമാണ് എടുക്കാൻ സാധിച്ചത്. മൂന്നാം വിജയത്തോടെ 6 പോയിന്റുമായി RCB മൂന്നാം സ്ഥാനത്താണ്. അതേസമയം 2 പോയിന്റ് മാത്രമുള്ള മുംബൈ എട്ടാമതാണ്. അവസാന പന്തുകളിൽ തകർത്തടിച്ച് അർദ്ധ സെഞ്ചുറി നേടിയ ഷെർഫേൻ റുദർഫോർഡാണ് മുംബൈയുടെ ടോപ്പ് സ്കോറർ. 9 സിക്സറുകൾ ബൗണ്ടറികൾ കടത്തിയ റുദർഫോർഡ് 31 പന്തിൽ 71 റൺസുമായി പുറത്താവാതെ നിന്നു. ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ 22 പന്തിൽ 40-ഉം റയാൻ റിക്കിൾട്ടൺ 22 പന്തിൽ 37-ഉം സൂര്യകുമാർ യാദവ് 22 പന്തിൽ 33-ഉം സ്കോറുകൾ നേടി പൊരുതി നിന്നെങ്കിലും വലിയ സ്കോറുകൾ കണ്ടെത്താൻ സാധിക്കാതിരുന്നത് മുംബൈക്ക് തിരിച്ചടിയായി. 19 റൺസടിച്ച ഓപ്പണർ രോഹിത് ശർമ്മ റിട്ടയർഡ് ഹർട്ടായി മടങ്ങി. മധ്യനിരയിൽ തിലക് വർമ്മയും നമാന്തിറും പൊരുതാതെ കീഴടങ്ങി. പവർ പ്ലേയിൽ 62 റൺസടിച്ച ഓപ്പണർമാർ മുംബൈക്ക് മികച്ച തുടക്കമാണ് നൽകിയത്. എന്നാൽ മുംബൈ നിരയിൽ റുദർഫോർഡ് ഒഴികെ മറ്റാർക്കും വലിയ ഇന്നിംഗ്സുകൾ കളിക്കാൻ സാധിച്ചില്ല. അവസാന ഓവറുകളിൽ ഷെർഫേൻ റുദർഫോർഡ് നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണ് സ്കോർ 200 കടത്തിയത്. അവസാന 2 ഓവറുകളിൽ 54 റൺസായിരുന്നു മുംബൈക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്. എന്നാൽ ഭുവനേശ്വർ കുമാറിന്റെ 19-ാം ഓവറിൽ 9 റൺസ് മാത്രമാണ് മുംബൈക്ക് നേടാൻ സാധിച്ചത്. ഇത് കളിയിൽ നിർണായകമായി. റൊമാറിയോ ഷെഫേർഡിന്റെ 20-ാം ഓവറിൽ റുദർഫോർഡ് 4 സിക്സറുകൾ ബൗണ്ടറി കണ്ടെത്തിയെങ്കിലും 222 എന്ന സ്കോറിൽ ബാറ്റിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നു. RCBക്കായി സുയാഷ് ശർമ്മ 2 വിക്കറ്റുകളും ജേക്കബ് ഡഫി, റാസ്കി സലാം, കൃണാൽ പാണ്ഡ്യ എന്നിവർ ഓരോ വിക്കറ്റുകൾ വീതവും വീഴ്ത്തി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ബംഗളൂരു 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 240 റൺസ് എടുത്തു. 36 പന്തിൽ 78 റൺസ് എടുത്ത ഫിൽ സാൾട്ടാണ് RCBയുടെ ടോപ്പ് സ്കോറർ. 6 വീതം സിക്സറുകളും 4കളും താരം ബൗണ്ടറി കണ്ടെത്തി. ഓപ്പണർ വിരാട് കോഹ്ലി 38 പന്തിൽ 50-ഉം ക്യാപ്റ്റൻ രജത് പട്ടിദാർ 20 പന്തിൽ 53-ഉം ബാറ്റിംഗ് വെടിക്കെട്ട് നടത്തിയതോടെയാണ് പടുകൂറ്റൻ സ്കോറിലേക്ക് ബംഗളൂരു എത്തിയത്. അവസാന ഓവറുകളിൽ 3 സിക്സറുകളും ബൗണ്ടറികളും കണ്ടെത്തിയ ടീം ഡേവിഡ് 16 പന്തിൽ 35 റൺസുമായി പുറത്താവാതെ നിന്നു. പവർ പ്ലേ ഓവറുകളിൽ വിക്കറ്റ് പോവാതെ 71 റൺസ് അടിച്ച RCB 8.4 ഓവറിൽ 100 കടന്നിരുന്നു. ഓപ്പണിംഗ് വിക്കറ്റിൽ 120 റൺസാണ് ഫിൽ സാൾട്ടും വിരാട് കോഹ്ലിയും ചേർന്ന് അടിച്ചുകൂട്ടിയത്. സ്കോർ 120-ൽ നിൽക്കെ സാൾട്ടിന് ഷർദുൽ ഠാക്കൂറിന്റെ പന്തിൽ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ പിടിച്ചെടുത്തു. എന്നാൽ പിന്നാലെ എത്തിയ രജത് പട്ടിദാറും തകർത്തടിച്ചതോടെ RCBക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഹർദിക് പാണ്ഡ്യ എറിഞ്ഞ 15-ാം ഓവറിലെ 4-ാം പന്തിൽ സൂര്യകുമാർ യാദവ് ക്യാച്ചെടുത്ത് വിരാട് കോഹ്ലിയെ മടക്കി. പിന്നാലെ മിച്ചൽ സാന്റ്നറിന് മുന്നിൽ തിലക് വർമ്മയും വീണു. 16.5 ഓവറുകളിൽ സ്കോർ 200 പിന്നിട്ടു. ഒരു ഭാഗത്ത് ടിം ഡേവിഡ് വമ്പനടികൾ ലക്ഷ്യമിട്ടപ്പോൾ ജിതേഷ് ശർമ്മ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി. 10 റൺസ് മാത്രമെടുത്ത ജിതേഷ് ട്രെന്റ് ബോൾട്ടിന്റെ പന്തിൽ ബോൾഡായി. ട്രെന്റ് ബോൾട്ടിന്റെ അവസാന ഓവറിലെ 6-ാം പന്ത് സിക്സർ തൂക്കി ടിം ഡേവിഡ് ടീം സ്കോർ 240-ൽ എത്തിക്കുകയായിരുന്നു. തുടർച്ചയായ 4-ാം മത്സരത്തിലാണ് RCB 200-ന് മുകളിൽ സ്കോർ കണ്ടെത്തുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ സീസണിലെ 2-ാം പോരാട്ടത്തിൽ ബംഗളൂരു 250 റൺസ് അടിച്ചുകൂട്ടിയിരുന്നു. ഒരു വിക്കറ്റ് നേടിയ കിവീസ് പേസർ ട്രെന്റ് ബോൾട്ട് 50 റൺസാണ് 4 ഓവറുകളിൽ വഴങ്ങിയത്. മിച്ചൽ സാന്റ്നർ 43 റൺസും വഴങ്ങി. 2 ഓവർ മാത്രം പന്തെറിഞ്ഞ ഇന്ത്യൻ സ്പിന്നർ മായങ്ക് മാർക്കണ്ഡെ 40 റൺസ് വിട്ടുകൊടുത്തു. മായങ്കിന് വിക്കറ്റൊന്നും ലഭിച്ചതുമില്ല.